പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് ഇസ്രായേലിൻ്റെ ഈ അക്രമോത്സുകത എന്തിനു വേണ്ടിയാണ്, അത് എല്ലാ രാജ്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കില്ലേ, മാത്രമല്ല ഇത് വലിയൊരു യുദ്ധത്തിലേക്കുള്ള ഒരു നീക്കമാണോ ഇസ്രായേൽ നടത്തുന്നത് എന്നായിരുന്നു. നമ്മൾ ഇന്നും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ ഇസ്രായേലിൻ്റെ ആക്രമണവും ഹമാസിൻ്റെ ആക്രമണം തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ എത്തി നിൽക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ആശങ്കകൾ ലോകത്താകമാനം പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്? നമ്മൾ വെറുതെ ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ഒരു പതിവ് വേണം, നിരീക്ഷകർ എന്താണോ വെസ്റ്റേൺ മീഡിയ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത്, അല്ലെ എന്താണോ ചൈനീസ് മീഡിയ ഇങ്ങോട്ട് അൽ ജസീറ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത്, അത് അതേപടി നമ്മൾ കോപ്പി ചെയ്യുകയോ അതിന് വിശദീകരണങ്ങൾ നൽകുക ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്ക് മൗലികമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു നിരീക്ഷകനും തയ്യാറാകുന്നില്ല. തയ്യാറാകത്തിന് കാരണം ഇസ്രായേൽ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം, ഇവിടെ ആരെയാണ് ആക്രമിക്കേണ്ട ആവശ്യം? ആരെയാണ് ആക്രമിക്കേണ്ട ആവശ്യം? ഇസ്രായേലിന് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് സംരക്ഷിക്കാൻ വേണ്ടി ആക്രമിക്കണം. ഈ രാജ്യം ഇറാന് എന്തിനാണ്, അല്ലെ ഹൂത്തികൾക്ക് എന്തിനാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? അവരുമായി യാതൊരു അതിർത്തി പ്രശ്നവുമില്ല, അവർ അതിർത്തി പങ്കിടുന്നില്ല. അപ്പോൾ ഇവരെന്തിനാണ് ഇതിൻ്റെ അകത്ത് ഇനിഷ്യേറ്റീവായിട്ട് ഇടപെടുന്നത്? ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ചൈന ഇടപെടുമ്പോൾ നമ്മളെത്ര ഹോസ്റ്റലായിരിക്കും? അല്ല, പക്ഷേ ഇത് പറയുമ്പോഴും നമുക്ക് വേണമെങ്കിൽ അത് അതിർത്തി രാജ്യങ്ങളാണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നിരന്തരമായി അല്ല എത്ര ദൂരം കിടക്കുന്നു ഹൂത്തികൾ. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യയുമായിട്ട് ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്, ഇന്ത്യയുമായി അതിർത്തി തർക്കങ്ങളുണ്ട്, പാകിസ്ഥാനായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട്, നമ്മൾ പാകിസ്ഥാനുമായിട്ട് വിഷയങ്ങളുണ്ട്, കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഇസ്രായേലിനും അവർ തന്നെ ഹൂതികൾക്കും തമ്മിലുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇസ്രായേലും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഒരു ആക്രമണകാരിയായി ചിത്രീകരിക്കുകയും ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇവരുടെ റിട്ടാലിയേഷൻസ് എല്ലാം മനുഷ്യത്വരഹിതമാണെന്ന് അവതരിപ്പിക്കുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്ത. അപ്പം ഇത് പല ചരിത്രമുണ്ട്. ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളുടെ ചരിത്രം ഒത്തിരിയുണ്ട്, യോം കിപ്പൂർ വാർ തൊട്ട് ഒത്തിരി. പക്ഷേ ഇസ്രായേലിനെതിരായി ഇങ്ങനെ യുദ്ധത്തിന് പോകുന്നതിൻ്റെ മൗഢ്യം മനസ്സിലാക്കിയ ഒരാൾ 1979 അൻവർ സാദത്തായിരിക്കും. അങ്ങനെ ഇസ്രായേലുമായി കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടുപോയി. അപ്പോഴും ഈ താല്പര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നേരം രണ്ട് അറബ് രാജ്യങ്ങളിൽ ഡൊമിനേഷന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് വിഭാഗമുണ്ട്. ഷിയ സുന്നി സാധാരണ നമ്മൾ പറയുന്ന പോലെയുണ്ട്. മതത്തേക്കാൾ കൂടുതൽ മതപരമായ രാജ്യങ്ങളുണ്ട്. അതിൽ മെയിൻ ഒന്നാമത്തെ ഇറാനാണ്. ഇറാൻ്റെ നിയന്ത്രണത്തിൽ വരാൻ പോകുന്ന ഇസ്ലാമിക റിവൈവലിനെ തങ്ങളുടെ നിർത്തണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള മാർഗമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ചില സമയങ്ങൾക്ക് നമുക്ക് സഹായകരമാണ്. കാരണം പാകിസ്ഥാൻ്റെ ശത്രുവും കൂടെ അവൻ. പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ തുടങ്ങിയ പ്രൊവിൻസുകളിൽ കുഴപ്പമുണ്ടാക്കാൻ ഇറാൻ സഹായിക്കുന്നുണ്ട്. നമുക്കൊരു ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ. ഇത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ലോകത്തെ എല്ലാ ജനതയും ചേർന്ന് ഒരുമിച്ച് നിർത്തേണ്ട, അല്ലെ സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ട ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതിന് പകരം ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനാണ് നോക്കുന്നത്. അല്ല, അതൊരു ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൊണ്ടായിരിക്കാമല്ലോ. ഉണ്ടായിരിക്കും. അതേ ഭൂമിശാസ്ത്രപരമായ പ്രത്യേക ടിബറ്റിൻ്റെ കാര്യത്തിലല്ലേ ആരും മിണ്ടാത്തുണ്ട്? ടിബറ്റിൻ്റെ കാര്യത്തിൽ എന്താ ഇതില്ല മിണ്ടാത്തത്? ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയില്ലേ? ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടൊരു ജനതയില്ലേ ടിബറ്റ്? ന്യൂനപക്ഷമല്ലേ അവർ? ഇപ്പോഴും നിഷ്കാസിതരായ ആളുകൾ, അനിഷ്കാസിതരായ ആളുകൾ, അവർക്ക് ക്ലെയിമില്ലേ? ആ ക്ലെയിമിനെ കുറിച്ച് നമ്മൾ പാലസ്തീന് വേണ്ടി അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി ഇസ്രായേലിനെതിരായി വാദിക്കുന്നവർ എല്ലാവരും ഇത്തരം വിഷയങ്ങളും നിസ്സഹായരാണ്. ഒരു പഴയ ചരിത്രം പറയും, ഇസ്രായേൽ പണ്ട് കാലത്ത് ഇസ്രായേൽ അധിനിവേശക്കാരാണ്. അപ്പോൾ ഇവിടുത്തെ RSS, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, RSSകാർ പറയുന്നത് മുസ്ലിംസ് ഇവിടെ അധിനിവേശമാണ്, ക്രിസ്ത്യൻസ് ഇവിടെ അധിനിവേശക്കാരാണ്. ഈ ആർഗ്യുമെൻ്റ് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഒരു ജനതയുടെ തെറ്റുകൾ തിരുത്താൻ, ഒരു സമൂഹം ചെയ്ത തെറ്റുകൾ തിരുത്താൻ നമ്മൾ എത്ര വർഷം പുറകോട്ട് പോകും? പറയാമെന്ന്. എന്ന് തുടങ്ങി തെറ്റാ തിരുത്തേണ്ടത്? മുസ്ലിങ്ങൾ മുഗളന്മാർ തെറ്റ് ചെയ്തു, ഇന്ത്യയോട് തെറ്റ് ചെയ്തു. ആ തെറ്റ് എന്ന് കാലഘട്ടം വെച്ച് തിരുത്താൻ പറ്റും? അല്ല, ഇന്ത്യ അങ്ങോട്ട് തെറ്റ് ചെയ്തു, എന്ന് തിരുത്താൻ പറ്റും? ചരിത്രത്തിൽ തിരുത്താൻ അതിനുള്ള ചാൻസ് ഇല്ലാതെ
ഞങ്ങളുടേതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ആ സ്റ്റാൻഡ് ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുകയാണ്, ഇസ്രായേലിൻ്റെ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. മറിച്ച് ആ സ്റ്റാൻഡിലേക്ക് പോകാതെ എങ്ങനെ ഒരു സമാധാനത്തിൻ്റെ മാർഗം അവിടെ ആരും അന്വേഷിക്കുന്നില്ല. ആരന്വേഷിച്ചാലും അവിടെയാണ് വിഷയം. അതായത് ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലമായി. നമ്മൾ കരുതിയിരുന്നത് എവിടെയോ വെച്ചത് വെടിനിർത്തൽ ഉണ്ടാവുമെന്നാണ്. ഈ ഇസ്രായേലും അതുപോലെ ഈ പലസ്തീൻ ഇത്തരത്തിലുള്ള ഈ വിഷയം ഒരു കാലത്തും അവസാനിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു സാമ്രാജ്യത്വ ശക്തികൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം അണിയറയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നില്ല. വലിയ നീക്കം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തുണ്ടായ യുദ്ധങ്ങളിൽ നിന്നല്ല, കഴിഞ്ഞ കാലത്തുള്ള സംഘർഷങ്ങൾ, യുദ്ധമൊന്നും ആയിട്ടില്ല, സംഘർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴുണ്ടായിരിക്കുന്നൊരു പ്രത്യേകത, നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, സംഘടിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്ന പതിവ് ശൈലി വിട്ടിട്ട്, പണ്ട് ഈജിപ്തും സിറിയയും ജോർദാനും ഇവരെല്ലാം കൂടെ ചേർന്നായിരുന്നു ആക്രമണം. പതിവ് ശൈലി വിട്ടിട്ട് ഇൻഡിവിജ്വൽസ് ആണ് ആക്രമിച്ചുകൊണ്ട്, അല്ല പല ഇൻഡിവിജ്വൽസും ആണ് മാത്രമല്ല, പല മേഖലകളിൽ നിന്നും ആക്രമണമാണ്. പല ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നൊക്കെ കൂടെ ഇസ്രായേൽ ആക്രമിക്കുകയാണ്. പക്ഷേ ഇത്തരം അക്രമത്തെ നേരിടാൻ ആര് തയ്യാറായിട്ടിരുന്നു? ഇസ്രായേൽ നേരത്തെ തന്നെ തയ്യാറെടുത്തിരുന്നു. ആ തയ്യാറെടുപ്പിന്റെ ഗുണം ഇസ്രായേലിന് കിട്ടുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹു യഥാർത്ഥത്തിൽ അവിടെ ജനപ്രീതി നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഇദ്ദേഹം യുദ്ധപ്രഖ്യാപനമായി വന്നതെന്നും യഥാർത്ഥത്തിൽ ഈ അക്രമം ആദ്യം ഹമാസിനെതിരെ അക്രമം അയച്ചുവിടുന്നതിലൊക്കെ ഈ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ ആയിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല, ഈ അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങൾ പോലും ഇസ്രായേലിനോട് ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ടിട്ട് നെതന്യാഹു അതൊന്നും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവാതെ വീണ്ടും ഈ കലാപങ്ങളിൽ നിന്നും കലാപങ്ങളിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ വസ്തുത എന്താണ്? ഞാൻ ആദ്യം ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചു, അമേരിക്ക തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്ന, കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ എന്നൊരു ഇംപ്രഷൻ ലോകം മുഴുവൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ക്രൂരന്മാരുടെ രാജ്യം, കൊല്ലുന്നവരുടെ രാജ്യം. പക്ഷെ മറിച്ച് എന്തുകൊണ്ടാവും കൊല്ലാൻ പോകുന്നുള്ള എക്സ്പ്ലനേഷൻ അവിടെ ചോദിക്കുന്നില്ലാരും, പറയുന്നുമില്ല. ഇതേപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് മറ്റൊരു നേതാവുണ്ട്, നെതന്യാഹു കൂടുതൽ സ്പെയിനിലെ ജനറലായിരുന്ന ഫ്രാങ്കോ ഏറ്റവും വലിയ ഡിക്റ്റേറ്ററായിരുന്നു. സ്പെയിൻ മുഴുവൻ അടക്കി ഭരിച്ചു. ഇതിന് നമ്മുടെ സാത്രയും കാമും ഒക്കെ അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ സാംസ്കാരിക നായകന്മാരൊക്കെ പോയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ ഫ്രാങ്കോ 31 പട്ടാളക്കാരെ കൊന്നു. യുണൈറ്റഡ് നാഷൻസിൻ്റെ പ്രതിനിധികളെ ഫ്രാങ്കോ സ്പെയിനിൽ മാഡ്രിഡിലേക്ക് വിളിക്കുന്നു. അവിടെ ഒരു കൺവെൻഷൻ വിളിക്കുകയാണ്. യുണൈറ്റഡ് നാഷൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ കൊല്ലാൻ പോകുന്ന ഒരിക്കലും. അത് കഴിഞ്ഞ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, ഈ സംഘർഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ കൊടുന്നിറങ്ങിയ 31 പട്ടാളക്കാരെ, പട്ടാള സർവീസ് ഉള്ളപ്പോഴല്ല, വീട്ടിൽ കൊടുന്നിറങ്ങിയ 31 പട്ടാളക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെ, കൊന്നവരല്ല, അവരുടെ കുടുംബാംഗങ്ങളെ പബ്ലിക്കിന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. ഇവരുടെ കണ്ണീരിന് നിങ്ങൾ ഉത്തരം പറയുമെന്ന് ചോദിച്ചു. എന്നെ വന്നവർക്കും ഇടാൻ പറ്റിയില്ല. ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ എന്ത് റീസണാണ് സാറിന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് എന്ത് റീസണാണ് പറയാൻ പറ്റുന്നത്? ഇസ്രായേൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യണം? ഇവരുടെ വിട്ടുവീഴ്ച ഇസ്രായേലിന് ടോട്ടൽ സറണ്ടറാണ്. പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിലിന്ന് ഞാനൊരു നമ്മുടെ മരാമൺ കൺവെൻഷൻ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ, വീണ ജോർജിൻ്റെ ജില്ലയിൽ ഒരു അച്ഛൻ്റെ പ്രഭാഷണം 2 വർഷം മുമ്പുള്ളതാണ്. എന്നാൽ SED വിഭാഗത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ്റെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരവിടെ വരും. ഈ മരാമൺ കൺവെൻഷൻ്റെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ നേരിട്ട് പോയി ഇറാനിലെ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയി, മതങ്ങളുടെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയി. അവിടെ അങ്ങനെ നേരിട്ട് കണ്ട കാര്യം ഇതെല്ലാം എല്ലാവരോടും, എല്ലാ മതത്തിൽപ്പെട്ടവരോടും പറയുന്നത്, യസീദികൾ ഉൾപ്പെടെയുള്ളവരോട് പറയുന്നത്, നിങ്ങൾ രാത്രി വന്ന് പട്ടാളം വന്ന് ഡോറെ മുട്ടും. ഇവിടെ നമ്മുടെ സിനിമ അമ്മയുടെ ആൾക്കാർ ഇന്ന് മുട്ടി എന്ന് പറയുന്ന പോലെയാണ്. ഡോറെ മുട്ടും. നിങ്ങൾ വിളിച്ചിട്ടൊരു കാര്യം പറയും. 4 ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് മാറാം, 2 ഈ രാജ്യം വിട്ടു പോകാം, 3 നിങ്ങൾ ഇവിടുന്ന് തൊട്ടടുത്ത ഈ സ്ഥലം ഒന്നും ഇവിടുന്ന് എടുക്കാൻ പാടില്ല, വെറുതെ കൈയോടെ പോയിക്കൊള്ളണം. ഇതാണ് പറയുന്നത്. അല്ലെങ്കിൽ മരിക്കാൻ,
ഇത് മരണത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഇവർ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് തലേദിവസം വേറെ പട്ടാളം വന്നിരിക്കും ഇവരിത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട്. അങ്ങനെ മതത്തെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു വിഭാഗമാണത്. അപ്പം അതിന് അവർ പറയുന്ന ഓമനപ്പേരാണ് ജിഹാദ്. ആ ഒറ്റ വാക്കിടുമ്പോൾ തന്നെ ഒരു മതേതര മനസ്സുള്ള ഒരാൾക്ക് ആ യുദ്ധം എന്തിൻ്റെ പേരിലാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ജിഹാദ് യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യാൻ നോർമൽ മൈൻഡുള്ള ഒരാൾക്ക് സാധിക്കുമോ? എന്താ ജിഹാദ് യുദ്ധം? മനുഷ്യനെ കൊല്ലുന്ന ഒന്ന് ജിഹാദാകുന്ന എങ്ങനെ? ആ രീതിയിലേക്ക് കുട്ടികളെയൊക്കെ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ കൊല്ലുക എന്നുള്ളത്, കാഫിറിനെ കൊല്ലുക എന്നുള്ളത് ആണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം. അങ്ങനെ പഠിപ്പിച്ചു വരുന്ന സംസ്കാരമുള്ളത്. അതിനെതിരായി ആ മതത്തിനുള്ളിൽ നിന്ന് റിവോൾട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, തുടക്കമിട്ടിട്ടുണ്ട്. ആ മതത്തിൽ നിന്ന് റിവോൾട്ട് ഉണ്ടാകണം. ആ റിവോൾട്ട് എങ്ങനെ ഉണ്ടാകും? മതങ്ങളുടെ സാംസ്കാരികമായ പരിവർത്തനത്തിന് വേണ്ടി ആ മതങ്ങൾ തയ്യാറാകണം. ഇസ്ലാം അങ്ങനെ ഇതുവരെ തയ്യാറായിട്ടില്ല. നേരെ പുറകോട്ട് പോകാനാണ് പിന്നെ അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ ഇന്നലെ പറഞ്ഞപ്പം ക്രിസ്ത്യൻസും എല്ലാവരും ഉള്ള മലയാളം കൺവെൻഷൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പങ്കെടുക്കുന്നവരല്ല. ചെറുവാൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ അച്ഛൻ അവിടെ പോയി അനുഭവിച്ച കാര്യങ്ങളാണ് പറയും. ഒന്ന് കേട്ടു നോക്കണം. എന്നിട്ട് ഇവരിവിടെ പറയുന്നത് ഇവരെ ആരൊക്കെ സപ്പോർട്ട്, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ മുഴുവൻ ഇവരുടെ കൂടിയായിരിക്കും, വിദ്യാർത്ഥികൾ മുഴുവൻ ഇവരുടെ കൂടി. ആ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. കൊച്ചു പിള്ളേർ ഇപ്പം നമ്മൾ എൻ്റെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന, താങ്കളൊന്നും അത്രയും നിൽക്കുന്നൊരു ഏറ്റവും വലിയ ചിത്രം അമേരിക്ക 40 ബോംബിട്ട് ദേഹം മുഴുവൻ പൊള്ളലേറ്റ് കൊടുക്കുന്നൊരു പെൺകൊച്ചിൻ്റെ പടമുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ അക്കളയും കിട്ടിയ നോബൽ സമ്മാനം വരെ കിട്ടിയൊരു ഷൂട്ടാണ്. അപ്പം അതുപോലത്തെ ഭീകരത, ഒറ്റപ്പെട്ട ഭീകരത ചിത്രീകരിക്കുന്നതിൽ ഇവർ വിജയിച്ചിരിക്കുന്നു. ചൈനീസ് പ്രൊപ്പഗാൻഡ മിഷണറി വിജയിച്ചിരിക്കുന്നു. അല്ല, ചൈനയുടെ പണം വിജയിച്ചിരിക്കുന്നു. ചൈന പണമില്ലെങ്കിൽ ചൈനയെ സപ്പോർട്ട് ചെയ്യാനുള്ള അറബ് രാജ്യങ്ങളുടെ പണം വിജയിച്ചിരിക്കുന്നു. ഈ പ്രൊപ്പഗാൻഡ കൊണ്ട് സാധാരണ ജനത്തെ എതിരാക്കാൻ പറ്റി. മറിച്ചുള്ള പ്രൊപ്പഗാൻഡ ഇപ്പുറത്ത് അമേരിക്കയ്ക്ക് ഇന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇന്റർനാഷണൽ പ്രൊപ്പഗാൻഡ ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവർ ആയുധ കച്ചവടക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുവില്ല മിത്രമില്ല, അവരുടെ ക്ലയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്ലയൻസിനെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ തന്നെ മറ്റൊരു ക്ലയൻറ്റിനെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് സന്തോഷിപ്പിച്ച് വിടുക എന്നുള്ള രീതിയാണ്. അപ്പം യുദ്ധം ചെയ്യുന്നവനെയും യുദ്ധത്തിന് അല്ലെങ്കിൽ വിധേയമാകുന്നവരെയും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അമേരിക്ക എല്ലാ കാലത്തും കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ അമേരിക്കയുടെ വേറൊരു പ്രത്യേകത, ലേസിസ് ഫയർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഒരു പ്രശ്നത്തിൽ ഇടപെടിയില്ല, മാറി നിൽക്കും, കൈയിട്ട് മാറി നിൽക്കും. നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങളൊക്കെയാണ് തന്നുകൊണ്ടിരിക്കും യുദ്ധത്തിൽ. സെക്കൻഡ് വേൾഡ് വാറിൽ ഏറ്റവും മറിച്ച് അടിച്ചടിച്ച് 2 ശത്രുവും ദുർബലമായി എന്ന് കഴിയുന്ന സന്ദർഭത്തിൽ ആരെയാണോ അമേരിക്കയ്ക്ക് സഹായിക്കേണ്ടത് അവരെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക രംഗത്ത് വരും. സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്ക സൈലൻ്റ് ആയിരുന്നു, ലേസിസ് ഫയർ തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ ജർമ്മനിക്കും ഇറ്റലിക്കൊക്കെ കുറേശ്ശെ അടിച്ച് കയറാൻ പറ്റി. ജപ്പാൻ പൊളകാവർ കൊണ്ട് ബോംബിടുക വരെ ചെയ്തു. പക്ഷെ മറിച്ച് ഇവർ ദുർബലമാകാൻ ഈ അവസരം കാത്തിരിക്കുകയായിരുന്നു അമേരിക്ക. അതിനുശേഷം അമേരിക്കൻ ഇടപെടലുകളാണ് യുദ്ധത്തിൻ്റെ മൊത്തമുള്ള ഗതി മാറ്റിയത്. ജപ്പാനുമായിട്ടൊരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജപ്പാൻ അത് മനസ്സിലാക്കേണ്ട കാര്യം, ജപ്പാൻ ആ ബോംബിടാൻ പോയില്ലെങ്കിൽ അമേരിക്ക അറ്റാക്ക് ചെയ്യുമായിരുന്നു, ഈ ഭാഗത്ത് ചേരുമായിരുന്നു. കാരണം ഇവരെയും അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ ഇപ്പുറം നിൽക്കുന്ന ബ്രിട്ടൻ ഫ്രാൻസും ഒക്കെ അവരെയും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം അമേരിക്കയ്ക്കുണ്ട്. അതിനുള്ള മാർഗ്ഗമായിരുന്നത്. ആ മാർഗ്ഗം സമർത്ഥമായിട്ട് അമേരിക്ക ഉപയോഗിച്ചു. ഇസ്രായേലിന് പകരം അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ പറ്റി. ഇപ്പോൾ ജോർദാൻ നിങ്ങൾ നോക്കുന്നു, നാളെ ഏതൊരു ക്രൈസിസ് പീരീഡിൽ ജോർദാൻ ആരോടെ നിൽക്കും? ജോർദാൻ ഒഴിഞ്ഞു മാറും. ഒന്നുകിൽ അമേരിക്കയോട് ഡയറക്റ്റായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറും. ഏത് രാജ്യം നിൽക്കും? വേറെ ഗൾഫിൻ്റെ കൂടെ നിൽക്കുക ആരാ ഉള്ളത്? കുറേ തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഒരു രാജ്യമായിട്ട് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഹമാസുണ്ട്, ഹിസബുള്ളയുണ്ട്, മറ്റ് ജിഹാദീസുണ്ട്, ഷിയൈറ്റ് മിലിറ്റൻസ് ഉണ്ട്, ഒരു ഡസൻ ഗ്രൂപ്പുകളുണ്ട്. അവർ എവിടെയാണ് നിൽക്കുന്നത്? പിന്നെ ഇന്ത്യയുടെ പ്രശ്നം, ഇന്ത്യക്ക് പാലസ്തീനോട് വൈകാരികമായ അടുപ്പമുണ്ടാകുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. പാലസ്തീൻ ഒരു ജെന്യൂൻ കോസായിരുന്നു ആദ്യകാലത്ത്. ഫസ്റ്റ് സ്റ്റേജിൽ അത് ചർച്ചയിൽ കൂടെ പരിഹരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യ പാലസ്തീൻ്റെ നിലപാടിന് അനുകൂലമായിരുന്നു. അവരും വീട് നഷ്ടപ്പെട്ടവരാണ്, അനാഥരാക്കപ്പെട്ടവരാണ്, അവർക്ക് അനുകൂലമായിരുന്നു. ആ ഭാഗത്തും മാത്രമല്ല, ഇന്ത്യയിലെ നേതാക്കന്മാരായിട്ട് യാസർ അറഫത്തിന് നല്ല ഐക്യമുണ്ടായിരുന്നു. ഐക്യത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇന്ദിരാഗാന്ധിയെ കെട്ടിപ്പിടിച്ചേക്കുന്നത് അത് കളത്തിൽ വെറുതെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല, ആത്മാർത്ഥമായി
ഇന്ത്യ പാലസ്തീൻ സൗഹൃദത്തിൻ്റെ ലക്ഷണം കൂടിയായിരുന്നു ആ ഫോട്ടോ. അങ്ങനെയുള്ള സാഹചര്യം ആ പാലസ്തീന് പകരം പിന്നെ കയറി വന്നത് ആരൊക്കെയാണ്? ബിൻ ലാദൻ. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഹമാസ് വല്ല ബന്ധമുണ്ടോ? ഹിസ്ബുള്ള വല്ല ബന്ധമുണ്ടോ? ഇത് മൂന്നിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ മൂന്നാമത് നാലാമത് വേറെണ്ണം ഉണ്ടാവും. അഫ്ഗാനിസ്ഥാൻ ആരുടെ കൂടെ നിൽക്കുന്നത്? അഫ്ഗാനിസ്ഥാനിൽ താലിബാനും ഒക്കെ വളർന്നു. ഇവർ ഇന്ത്യക്കെതിരാണോ? ഇതുവരെ ഇന്ത്യയെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മറിച്ച് പാകിസ്ഥാൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവരെതിരാണോ? അപ്പം മതം എന്നുള്ള നിലയിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം മാത്രമേ, ഇസ്ലാമിലെ ഒരു വിഭാഗം മാത്രമേ ഇവിടെ ഇന്ത്യക്കെതിരായിട്ട് നോക്കുന്നുള്ളൂ. അത് നിൽക്കുന്നതിൻ്റെ കാരണം ഇവരുടെ വിധേയത്വം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടിയാണ് വിധേയത്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിധേയത്വം അറിയണമെങ്കിൽ ലോകത്തിലെ വിദ്യാർത്ഥികളെ ഏറ്റവും ക്രൂരമായി അടിച്ചമർത്തിയ സമരേത ടിയാൻമെൻ സ്ക്വയറാണ്. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ആ സമരത്തിനായിട്ട് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? അതുപോലെയാണ് പാലസ്തീൻ നാളെ ഹമാസ് തീവ്രവാദികളോ ഹിസ്ബുള്ള തീവ്രവാദികളോ നൂറുകണക്കിന് ഇസ്രായേലി കുട്ടികളെ കൊന്നാലും പ്രതിഷേധമില്ല. എവിടെയെങ്കിലും നിങ്ങൾ മലാലയുടെ പേര് കേട്ടിട്ടുണ്ടോ? അതിനെ കേൾക്കാത്തന്നെ. മലാല എങ്ങനെ കൊല്ലപ്പെട്ടത്? ആ സ്കൂളിലെ മറ്റ് മലാലയുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരെങ്ങനെ കൊല്ലപ്പെട്ടല്ല, മലാലക്കാർ ആക്രമണം നടന്നു. മലാല വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ സ്കൂളിലെ പിള്ളേർ മരിച്ചു. ബോംബ് വെച്ച സ്കൂളിലെ കുട്ടികൾ മരിച്ചു. ആ കൊച്ചു മാത്രമേ രക്ഷപ്പെട്ടു. അതെങ്ങനെ രക്ഷപ്പെട്ടെ? ആലോചിച്ചത്. അത് അക്രമമല്ലേ? പിള്ളേരുടെ മേലുള്ള അക്രമമല്ലേ? കുട്ടികളെ കൊല്ലല്ലേ? എല്ലാ അക്രമം തന്നെയാണ്. പക്ഷേ ഇതിനെ അപ്പോൾ അവിടെ നമ്മൾ അക്രമത്തിന് നമ്മൾ നിർവചനങ്ങൾ കൊടുക്കുക. ആര് കൊന്നു, എന്തിനു കൊന്നു എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ എതിർപ്പിൻ്റെ ധാർമ്മിക അടിത്തറ നഷ്ടപ്പെടും. ധാർമ്മിക അടിത്തറ നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായും നമ്മുടെ ഫൈറ്റിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെടും. ഇതാണ് ഇസ്രായേലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് ഇനിയും മുമ്പോട്ട് പോകണമെങ്കിൽ നാളെ ഈ അറബി രാജ്യങ്ങൾ തന്നെ, ഇതിൽ പല രാജ്യങ്ങളും ഇസ്രായേലായിട്ട് കോംപ്രമൈസ് ആവും. ഇപ്പോൾ ഹെസ്ബുള്ള മാത്രമായി, ലെബനാൻ്റെ പകുതി ഭാഗം മിക്കവാറും പകുതി ഭാഗം ചിലപ്പോൾ മുഴുവൻ തന്നെയോ അവൻ്റെ കയ്യിലിരിക്കും. ഇപ്പം തന്നെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയരാ. ഇപ്പോൾ ഇത്രയും മുസ്ലിങ്ങൾ കൊല്ലപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയരാ. എന്താ കാരണം? ഇസ്രായേൽ ഒരാക്രമണം ഇനിഷ്യേറ്റ് ചെയ്തുവെന്ന് ആരും പറയുകയില്ല. ഒക്ടോബർ 7 ഇങ്ങോട്ടുള്ള ആക്രമണമാണ്. ഇതിന് കൈകെട്ടി നിൽക്കണോ? അതെ, ഒരു വർഷമാകാൻ പോവാ. അത് കൈകെട്ടി നിൽക്കണോ? അല്ല, അക്രമത്തെ ഞാൻ ഇന്നലെയും ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചാണ്. ഒരു അക്രമത്തെയും ആരും കൈകെട്ടി നോക്കിയില്ല. നമുക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ ചെറുക്കാൻ വേണ്ടി തന്നെയാണ് മാനവരാശി ഇതേവരെ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ പരാജയപ്പെട്ടവന്റെ ചരിത്രമാണല്ലോ പരാജിതന്റെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മാനവരാശി ഇതുപോലെ ചുട്ടരിച്ചുകൊണ്ട് എത്ര കാലം ലോക ജനതയ്ക്ക് മുന്നിൽ ഏത് രാജ്യമായാലും അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ആധുനിക യുഗത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, എല്ലാ ആളുടെ കയ്യിൽ ഇപ്പോൾ അണുബോംബുണ്ട്, എല്ലാ തരത്തിലുള്ള നശീകരണ യന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഏത് രീതിയിലാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ല, പേജർ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൊല്ലുന്ന രീതി, അതൊക്കെ പുതിയ പുതിയ രീതികൾ അവലംബിക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ പറയുമ്പോഴും ഈ ആധുനിക യുഗത്തിൽ ഇനി എത്ര കാലം ഈ ഇത്തരത്തിലുള്ള മനുഷ്യക്കുരുതിയുമായി ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പോകാൻ ഹൂറികളെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പോട്ടെ, സ്വർഗത്തിൽ പോകാൻ, സ്വർഗം എന്ന് പറയുന്നത് വലിയ സ്വപ്നമായിട്ട്, വലിയ സ്വപ്നമല്ല, ഭയങ്കര സ്വപ്നമായിട്ട് മിക്കവാറും എല്ലാ മതങ്ങളും വിറ്റിട്ടുണ്ട്. അല്ല, അവിടെയാണ് ഈ ആധുനിക ലോകത്ത് എങ്ങനെയാണ് ഇത്തരം ഉള്ള ഈ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് ജനതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതാരായാലും എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിന് ലീഡർഷിപ്പ്, ഞാൻ ഇന്നലെ രാജ്യത്തിന് ലീഡർഷിപ്പ് പറഞ്ഞു. ലോകത്തിനും ധാർമ്മികമായ ലീഡർഷിപ്പ് കൊടുക്കാൻ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ വേണം. കാര്യം നമ്മൾ എന്തെല്ലാം നെഹ്റുവിനെ പറ്റി പറഞ്ഞാലും നെഹ്റുവും ടിറ്റോയും നാസറും കൊടുത്ത ലീഡർഷിപ്പ് വേറെ ഒരു ഡിഫറൻറ്റ് ലീഡർഷിപ്പ് കൊടുത്തു, ഇൻഡിപെൻഡൻറ്റ് ലീഡർഷിപ്പ് കൊടുത്തു. അമേരിക്കയുടെ റഷ്യയുടെ ആയുധ ശക്തിയേക്കാൾ കൂടുതലായി ധാർമ്മിക ശക്തിക്ക് അത്തരമൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ലോകത്തിൽ ഇപ്പോൾ ഉണ്ടോ? അല്ല, ഇല്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, അമേരിക്കയിലുള്ള ഭരണാധികാരികൾ ദുർബലരായതാണോ യഥാർത്ഥത്തിൽ ഇത്രയേറെ വഷളാവാൻ ഒരു കാരണം? അമേരിക്കയിലുള്ള ഭരണാധികാരികൾ ദുർബലമായി എന്ന് നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല. മറിച്ച് അവർ പക്ക കൊമേഴ്ഷ്യലായിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളിലേക്ക് അവർ വന്നു. അവർക്ക് എവിടെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഇന്ത്യയും തമ്മിൽ ചില തർക്കങ്ങളുണ്ടാകുമ്പം അമേരിക്ക ആരുടെ ഭാഗത്താണ് ഇരിക്കുന്നത്? ചൈനയുടെ ഭാഗത്താണ്. അതുപോലെ പാകിസ്ഥാൻ്റെ കാര്യം. അപ്പോൾ അവർക്ക് താല്പര്യം എന്താ? സാമ്പത്തിക താല്പര്യം തന്നെയാണ്. ഈ സാമ്പത്തിക താല്പര്യം അവരെ ഭരിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ ഇവിടെ ബാധിച്ചിരിക്കുന്ന പോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒരുപോലെ ഇത് ബാധിച്ചു. ചില വ്യക്തികൾ, ഇപ്പോൾ ക്ലിൻ്റൺ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ പറയും, ഒബാമ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പറയും. ആ ക്രെഡിറ്റ് ട്രംപിനോ ബൈഡനോ നമ്മൾ കൊടുക്കില്ല.
കാരണം ഇവരൊക്കെ ഒബാമയൊക്കെ ചില നിലപാടുകൾ ചില കാര്യങ്ങളിൽ എടുത്തിട്ടുണ്ട്, ആത്മാർത്ഥമാണെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പം അങ്ങനെ ഇല്ല. നമ്മൾ ഓർത്തിരിക്കും, കെന്നഡി നമ്മൾ ഓർത്തിരിക്കും ഇല്ലേ? അതെന്ത് എല്ലാവരും ജോൺസൺ, ലിൻഡൻ ബി ജോൺസൺ ഓർത്തിരിക്കുമോ? നിക്സണെ ഓർത്തിരിക്കുമോ? അതെന്താ? ഇതൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്നു. അതുപോലെ റഷ്യയുടെ കാര്യത്തിൽ റഷ്യ ഏറെക്കുറെ ഒരു കോൺസ്റ്റൻ്റായിട്ട് ഒരു ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ്, ഇന്ത്യയുടെ സൗഹൃദം ദീർഘകാലമായിട്ടുള്ള എന്തുകൊണ്ടാണെന്നുള്ള നമ്മൾ ആലോചിക്കണം. റഷ്യക്ക് അതുപോലെ വലിയ രാജ്യം ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്നേ. ലോകത്തെ കൊള്ളാവുന്ന ഒരു രാജ്യം ഒരു സഖ്യത്തിലില്ല ഇല്ല. അപ്പം നമ്മളെ കൂടെ നിർത്തുക എന്നുള്ള റഷ്യയുടെ ആവശ്യമാണ്. അതിനൊരു പ്രാക്ടിക്കൽ ഇതിനെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ താല്പര്യം, ആ പ്രാക്ടിക്കൽ കൺസിഡറേഷനാണ് ഇതിലേക്ക് വരുന്നത്. ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുകയാണ്. നാളെ ഇസ്രായേലിന് അപകടം പൂർണ്ണമായി ഇസ്രായേൽ പരാജയപ്പെടാൻ പോകുന്നു എന്നാൽ എല്ലാവരും കൈ ഒഴിയും. അമേരിക്ക സൈലന്റ് ആയിട്ടിരിക്കും. അല്ല, അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചത്. ഇതിൽ അമേരിക്ക എന്തുകൊണ്ടാണ് ഒരു കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാത്തതെന്ന്. അമേരിക്ക ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുക, കൊട്ടേഷൻ സ്ഥിരമായി കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ, സ്ഥിരം ഇസ്രായേലിന് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അതിൽ പരാജയം പറ്റുന്നതിനാൽ മാത്രം അമേരിക്ക ഇടപെട്ടാൽ മതിയെന്ന്. അമേരിക്കയുടെ ആയുധ പവർ എന്താണ് എന്നുള്ളത് ഇപ്പം പുടിൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഉക്രൈനെ അനുവദിക്കരുത്, അമേരിക്കൻ ആയുധങ്ങൾ റഷ്യക്ക് അങ്ങോട്ട് പ്രയോഗിക്കാൻ അനുവദിക്കരുത്. അതിൻ്റെ അർത്ഥം തന്നെ അമേരിക്ക ഡെഡ്ലിയാണ്. അതിനിടയ്ക്ക് ചൈനീസ് മിസൈൽ കൊണ്ടൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. ആ തർക്കത്തിൽ പോലും, തർക്കങ്ങളിൽ IBM-നെ കുറിച്ചുള്ള ചർച്ചകളിലും തർക്കങ്ങളിൽ പോലും 100 മിസൈൽ അല്ല 1000 മിസൈൽ അമേരിക്കയ്ക്ക് കൊടുക്കുമ്പോൾ റഷ്യക്ക് 2000 കൊടുക്കും. ചർച്ചയിൽ കോംപ്രമൈസ്, റഷ്യ 2000 പണവും. അല്ലെങ്കിൽ 2000 മിസൈലിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 1000 മിസൈലിൻ്റെ അടുത്ത് എത്തിയില്ല. പല ചർച്ചകളും അങ്ങനെ വന്നിരിക്കുന്നു. IBM-നെ കുറിച്ചുള്ള ഇന്റർകോണ്ടിനെന്റൽ ICBM ഒക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിലുള്ള ചർച്ചകളതാണ്. അപ്പം അതിൻ്റെ ബലം ഇസ്രായേലിൽ ഇതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ പേജറേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പേജർ പോലെ ഇത് പൊട്ടിത്തെറിച്ചപ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അതുവരെ ലോകം അറിഞ്ഞില്ലല്ലോ. അതുപോലെ ഇന്ത്യയുടെ പവർ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പവർ ഇസ്രായേൽ എന്തൊക്കെ പവറുണ്ട് അതിൽ പലതും ഇന്ത്യക്കും കിട്ടാം. ഒരു വിശ്വസനീയമല്ല, എന്നാൽ പോലും ഒരു 10,000 ഇസ്രായേലി പട്ടാളക്കാരെങ്കിലും നമ്മുടെ ഈ ബൗണ്ടറി, നോർത്തേൺ ബൗണ്ടറിയിലുണ്ടെന്നാണ് പറയുന്നത്. മാറി പിന്നെ ട്രെയിനിങ്ങിന്. അതുപോലെ നമ്മുടെ ഒരു 10,000-20,000 പേര് ഇസ്രായേലി ട്രെയിനിങ്ങിനായിട്ട് പോകും. അവരുടെ ഏറ്റവും നല്ല ട്രെയിനിങ് സിസ്റ്റം ഉള്ള അങ്ങോട്ട് പോകും. ഇതൊക്കെ ലോകത്താരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ചൈനയുടെ പോലും ട്രെയിനിങ്ങിന് പോകുമെന്നാണ് പറഞ്ഞത്. ചൈനയുടെ പോലും ഇത് എല്ലാ രാജ്യങ്ങളും പരസ്പരം ആയുധവൽക്കരിക്കുന്ന സന്തോഷിക്കുന്ന അമേരിക്കയാണ്. ഇതിനേക്കാളൊക്കെ സൂപ്പർ ആയുധം അമേരിക്കയ്ക്ക് ഉണ്ടാവും, അല്ലെ കാശ് കൊടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും. ആ സന്ദർഭത്തിൽ ഇസ്രായേലിന് കാണിച്ചിരിക്കുന്ന ഇസ്രായേലിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അങ്ങനെ മറിച്ച് ഒരു റോളുണ്ട്. ഇപ്പം നമ്മളില്ലായിരുന്നില്ലല്ലോ, ഈഫ് ആൻഡ് ബട്ടിന് സ്ഥാനമില്ല. ഇസ്രായേൽ ഇല്ലായിരുന്നു, ഇല്ലാത്ത രാജ്യമായിരുന്നു. എന്നാൽ ഇസ്രായേലി സ്പിരിറ്റ് ഉണ്ടായിരുന്നു, അതൊരു സംസ്കാരമായിട്ടുണ്ട്. ഞാൻ ഈ ചർച്ച പറഞ്ഞ കോൺഗ്രസ് നശിക്കില്ല എന്ന് പറയുന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ, അതൊരു സംസ്കാരമായി നിലനിൽക്കും. ഗാന്ധിയുടെ സ്പിരിറ്റ് ഉണ്ട്. അത് രാജീവ് ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ കൂടെ കിട്ടുന്ന സ്പിരിറ്റ് അല്ലത്, ഗാന്ധിയൻ സ്പിരിറ്റാണത്. അതുള്ളിടത്തോളം കാലം കോൺഗ്രസ് നശിക്കുക, എപ്പോഴെങ്കിലും കയറി വരും. അത് ഇവർക്ക് അറിയത്തില്ല, ഇവർ പറയുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പേടിയില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്പിരിറ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയെങ്കിൽ നിന്നുപോയി. സ്പിരിറ്റ് ഉണ്ടായി വന്നതാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്തോ മഹത്തായ സങ്കല്പമാണെന്നുള്ള സ്പിരിറ്റ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിൽ അവർ ഭാഗികമായി വിജയിച്ചു. പക്ഷെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ദീർഘകാലമായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിരുന്ന ഒരു ജനസമൂഹമായിരുന്നല്ലോ ജൂതന്മാർ. ഈ ജൂതന്മാർ യഥാർത്ഥത്തിൽ വീണ്ടും ഒരുമിക്കുകയും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു വലിയ കോൺസെപ്റ്റിലേക്ക് അവർ വരികയും അതിന് വേണ്ടിയിട്ട് വലിയ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ പിന്നീട് വീണ്ടും ഇവർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നതന്നെ ഇവരുടെ ഒരു തെറ്റായ സമീപനമായിട്ട് നമുക്ക് വാച്ച് ചെയ്തൂടെ? അല്ല, അത് ഇസ്രായേലിൻ്റെതായിട്ട് നീക്കം നടത്തുന്നത് എന്തിനു വേണ്ടിയാന്നുള്ളതാണ്. അതിൽ വ്യക്തമായ അവരുടെ താല്പര്യങ്ങളുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ, ഞാനത് തുടക്കത്തിൽ പറഞ്ഞു, ഭൂമിശാസ്ത്രപരമായിട്ട് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്നൊരു രാജ്യം നശിക്കേണ്ടത് ഈ ഇത്തരത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളുടെ താല്പര്യമല്ലേ. വാട്ട് ഔട്ട് ബംഗ്ലാദേശ്? ഇന്ത്യയുടെ താല്പര്യമാണ്. പാകിസ്ഥാനിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെ പിടിച്ചു കൊടുത്താണല്ലോ. ബംഗ്ലാദേശ് നശിക്കണോ വേണ്ടയോ? അപ്പം ബംഗ്ലാദേശ് നശിക്കേണ്ട കാര്യമില്ല. അതെ, നമ്മളങ്ങനെ പറയുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത രാജ്യം, നമ്മുടെ സഹോദര രാജ്യം, നമ്മളുമായിട്ട് എല്ലാ തരത്തിലും ബന്ധപ്പെട്ട രാജ്യം, നമ്മുടെ നദികൾ ഒഴുകി പോകുന്ന രാജ്യം, ഇങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ട്.
അതെ, അതിപ്പം RSSന്റെ കാഴ്ചപ്പാട് പ്രകാരമാണെങ്കിൽ അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളത് ഇന്ത്യ തന്നെയായിരുന്നു അവരോട്. അതെ, ഇന്ത്യ തന്നെയാണ്. ഇപ്പൊ ഒരു പുഴയുടെ മാത്രം ഇതിലാണ് ഒരു രാജ്യം അപ്പുറം ഇപ്പുറം നിൽക്കുന്നത്, ഒരു ചെറിയൊരു പുഴ ഒഴുകുന്നു. അല്ല, അങ്ങനെ രാജ്യങ്ങളുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ രാജ്യം. അതല്ല ശരി. യൂറോപ്യൻ സംസ്കാരത്തിൽ നമുക്കറിയാം എത്ര രാജ്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന എത്ര എത്രയോ രാജ്യങ്ങളുണ്ട്. ക്രിസ്ത്യൻ രാജ്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഇത് നമ്മൾ മാത്രം ഇത് ഈ ഇവിടെ പറയുന്നതും ഹിന്ദുക്കളെല്ലാം അഖണ്ഡ ഭാരത് എന്ന് പറയുന്നതും ഖിലാഫത്ത് എന്ന് പറയുന്നതിൻ്റെ ഹിന്ദിയോ സംസ്കൃത വാക്കാണ് അഖണ്ഡ ഭാരതം. മോഡി പറഞ്ഞതിനോട് അവിടെ ഒരു അപകടമുണ്ട്. ആ കൺസെപ്റ്റ് വളർത്തുന്നതിൽ അപകടമുണ്ട്. ആ കൺസെപ്റ്റ് വളർത്തുന്നതിൽ തന്നെ അപകടമുണ്ട്. അത് ടാഗോറാണ് കറക്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിശാസ്ത്രമായ അതിരുകളില്ല, ഉണ്ടാകാൻ പാടില്ല. എവിടെയോ ഹിന്ദുമതത്തിന് എവിടെയോ അതിരുണ്ടായിരുന്നു? ഒന്നുമില്ല, വെറുതെ ഉണ്ടാക്കി പറയുന്നത്. ഇപ്പം അഫ്ഗാനിസ്ഥാനിലും ഇന്തോനേഷ്യ രാമക്ഷേത്രമുണ്ട്. നാളെ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഹിന്ദുക്കളോട് മുസ്ലിമോ ബന്ധായം വെച്ചു. ഇവന്മാർ അവിടെ മോഡി പോയി അവിടെ അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യും. 2 പ്രാവശ്യം 3 പ്രാവശ്യം പോവുക. പക്ഷെ ഇവിടെ കാണിക്കുന്നില്ലേ, UAE കാണിക്കുന്നില്ലേ, നീ അമ്പലം പണിതോ? ഇതിലൊന്നും കാര്യമില്ല. അവിടുത്തെ സംസ്കാരം വേറെയാണ്, ഗൾഫിലെ സംസ്കാരം വേറെയാണ്. അതിനെ മറികടക്കാൻ നിനക്ക് പറ്റില്ല. നമ്മുടെ ഇവിടുത്തെ ഓരോ ഗോത്രങ്ങൾക്കുണ്ട്. ഇപ്പം ഞാൻ അല്ല, യഥാർത്ഥത്തിൽ മനുഷ്യൻ ഈ കൊല്ലുകയും കീഴടക്കുകയൊക്കെ ചെയ്യുന്നത് പഴയ ഗോത്ര സംസ്കാരം ഇപ്പോഴും അവന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ടാണല്ലോ. അല്ലാണ്ട് ആധുനികനായ ഒരു മനുഷ്യൻ ഒരിക്കലും ആരെങ്കിലും ചുട്ടരിച്ചുകൊണ്ട് അവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ആരും ആലോചിക്കില്ല. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലപ്പോഴും പല രീതിയിലുള്ള സമാധാനം നിലനിൽക്കുന്നതും ഇത്തരം ചിന്തകളൊക്കെ അവർ കൈവിടിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചിട്ട് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗോത്ര സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്. അത് ഇവിടുത്തെ പുരോഗമന ശക്തികൾ ഏറ്റവും കൂടുതൽ അഗോളീകരണം, അത് വ്യാപാര രംഗത്ത്. ഈ വ്യാപാര രംഗത്ത് അഗോളീകരണം വന്നതോടുകൂടി ഓരോ പ്രദേശത്തുണ്ടാകുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള തർക്കം പെറും. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെയൊക്കെ കാരണമായിട്ട് ജർമ്മൻ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞത്. അവർക്ക് മാർക്കറ്റ് വേണമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ല. മാർക്കറ്റ് ഓപ്പണാണ്. ഇൻ്റർനെറ്റ് എടുത്താൽ മതി, ആമസോണോ ഫ്ലിപ്കാർട്ട് എടുത്താൽ മതി. മാർക്കറ്റ് ഈസ് ഓപ്പൺ. അവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. നല്ല സാധനം കാശ് കൊടുത്ത് മേടിക്കും, കാശുള്ളവൻ. ആർക്കാ കാശുണ്ടാകും എന്നുള്ളത് വേറെ രണ്ടാമത്തെ പ്രശ്നം. തർക്ക പ്രശ്നം എവിടെയാണ് പറഞ്ഞത്? പണ്ടെങ്ങനെയായിരുന്നു? എനിക്കുള്ള ഇരുമ്പയിരുണ്ടാക്കിയെങ്കിൽ മാത്രമേ എനിക്കിവിടെ സ്റ്റീൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്റ്റീൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഓട്ടോമൊബൈൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇരുമ്പയിരുണ്ട ശേഖരമുള്ള സ്ഥലം എനിക്ക് വേണം. ഇറ്റ്സ് എ മസ്റ്റ്. ഇന്നങ്ങനെയല്ല, കാശ് കൊടുത്ത് മേടിക്കും. ഇൻ്റർനാഷണൽ മാർക്കറ്റ് സിമെൻറ്റ് ലേലത്തിന് വെച്ചിരിക്കുക, കമ്മോഡിറ്റി ഗോൾഡ് ലേലത്തിന് വെച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും മേടിക്കാം, കാശുള്ളവരും മേടിക്കാം. ജർമ്മനിക്ക് തന്നെ അല്ല അമേരിക്കയ്ക്ക് തന്നെ കിട്ടണമെന്നില്ല. ആ ആഗോളീകരണം, നമ്മളെ തെറി പറയുന്ന പുരോഗമനവാദികൾ തെറി പറയുന്ന ആഗോളീകരണം ലോക സമാധാനത്തിൻ്റെ ഒരു ഗ്യാരണ്ടി കൂടിയത്. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിനോട് ഇവർക്കുള്ള പേടി, ശരിക്കും പറഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾക്ക് ഇസ്രായേലിനുള്ള പേടി, നാളെ ഇവർക്ക് ആ ഒരു വിഭവമുള്ള, അവർക്കൊരു വലിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് അറബ് രാജ്യങ്ങൾക്ക്. വിഭവസമൃദ്ധമല്ല അവർ, അവർക്കുള്ള വിഭവം തന്നെയുള്ള എണ്ണ. ഇന്നലെ നമ്മൾ പറഞ്ഞു എണ്ണയെക്കുറിച്ച്. അപ്പോൾ ഈ എണ്ണയുടെ നിയന്ത്രണം മറ്റവൻ്റെ കയ്യിലേക്ക് ഏതെങ്കിലും സമയത്ത് പോയാൽ അതോടെ തീരുമെന്നുള്ളത്. അതോടെ തീരും. അത് പിന്നീട് എല്ലാ കാലത്തും രാഷ്ട്രീയ അടിമയായി ജീവിക്കേണ്ടിരുന്നുള്ളൊരു ബോധമാണ്. എനിക്ക് കിസ്സിഞ്ചർ ഇത്തരം കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, കിസ്സിഞ്ചറിൻ്റെ ഇസ്രായേലിനെ കുറിച്ചുള്ള കമൻസൊക്കെ വായിക്കുന്ന ഭയങ്കര രസമാണ്. ഇപ്പോൾ സൂയസ് കനാൽ എന്ന് പറഞ്ഞ നമുക്ക് ഇന്ത്യയെ സഹായിച്ച, നാസർ ഇത് അടച്ചിട്ട് സഹായിച്ച സൂയസ് കനാൽ ഇവർ പോകുന്നുണ്ട്. സൂയസ് കനാൽ നാളെ ബ്ലോക്ക് ചെയ്യണമെന്ന് ഇസ്രായേൽ വിചാരിച്ച് നടക്കുകയോ ഇല്ലയോ? ഒരു ശക്തിക്കും പോകണം, ഇസ്രായേൽ മാത്രം വിചാരിച്ചാൽ മതി. സൂയസ് കനാൽ കൂടെ വേറെ കപ്പലൊന്നും ഒരു കപ്പലും പോകണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ. ഇപ്പം ഇവിടുത്തെ ഈ മീഡിയ വണ്ണിൻ്റെയൊക്കെ അഹങ്കാരം നോക്കണം. ഹൂത്തികൾ മിസൈൽ അയച്ച് ജർമ്മനിയുടെ കപ്പൽ തകർന്നു, അല്ലെ അമേരിക്കയുടെ കപ്പൽ തകർന്നു. ഒന്ന് ആലോചിക്കും, ഇസ്രായേൽ മിസൈൽ അയച്ച ആ നാട്ടിലുള്ള മുഴുവൻ കപ്പലുകളും ഈ കൊതുമ്പുവെള്ളം വരെ തകരും ഇല്ലേ? അത് അവൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഞങ്ങൾ മിടുക്കല്ല ഒരു കപ്പൽ തകർത്തു എന്നുള്ളത്. അവരുടെ യമൻ്റെ മുഴുവൻ കപ്പലും തകർക്കാൻ പറ്റും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എടുക്കുന്ന മനസ്സ്, ആ മനസ്സാണ് നമ്മുടെ ശത്രു. ഇവിടെ ഞാനിപ്പോൾ കാണുന്ന മീഡിയ വണ്ണം ഇവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാമെന്ന് പറഞ്ഞാൽ, ഹമാസ് ബോംബിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കാമെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ നേട്ടം പോലും, ഹമാസിനുണ്ടാകുന്ന ഒരു ചെറിയ നേട്ടം പോലും ഭയങ്കര സംഭവമായിട്ട് ചിത്രീകരിക്കും ഇവർ. അപ്പോൾ അവരങ്ങനെയുള്ളവരാണ് ലോകത്തെ ദുഷിപ്പിക്കുന്നത്, ലോകത്തെ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത്. അത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ.